ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വന്നിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്, ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് ഞാനിതിനെ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ പഞ്ചായത്ത് കുളം കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഞങ്ങളെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്. ഓലൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓൽക്ക് കുളം കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുളം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ മാങ്ങ കണ്ടു, നിറയെ മാങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടൊന്നും മാങ്ങ വീണൊന്നും ചെയ്തില്ല. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒറ്റൊന്നിന് ഉന്നല്ല കേട്ടോ. ഞാൻ പിന്നെ എറിയാനേ നിന്നിട്ട് എനിക്ക് പണ്ടേ അറിയാം ഉന്നല്ല അത്. അങ്ങനെ ഞാൻ പിന്നെ അതിന് നിന്നില്ല. ഇങ്ങനെ എല്ലാവരും കുഴങ്ങിയപ്പോൾ പിന്നെ അത് നിർത്തിയിട്ട് ഞങ്ങളിതാ വീണ്ടും നടക്കാൻ പോവാണ് കേട്ടോ. ഐസിന് മുന്നിൽ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുളത്തിലേക്കുള്ള വഴി അറിയാമെന്നുള്ളതിൽ അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ കുളത്തിൻ്റെ അങ്ങോട്ട് വരെ ഇപ്പോൾ പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്, പൈപ്പ് ഉണ്ട്. പിന്നെ ചകിരിൻ്റെ ഉള്ളിലത്തെ നാരുകളാണ് കേട്ടോ. റോഡാകെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ നടക്കാനും. അപ്പോൾ ഇതിന് നല്ല തണുപ്പും വെള്ളമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങനെ പഞ്ചായത്ത് കുളം വരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റോഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതായിക്കൂടെ ഇങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ. ഞാൻ വീഡിയോ പിടിച്ചിറങ്ങി വരുന്നതാണ് ആ കാണുന്നത്. നെയ്യൽ ഇവിടെ എത്തിയപ്പോൾ കണ്ട അവിടെ നിറയെ പൂക്കൾ വീണെടുക്കുന്നത് എന്ത് പൂവാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് പൂവ് കാണാനായിട്ട്. അങ്ങനെ ഐസിന് ഓട്ടം അങ്ങോട്ട് ഓടിയിട്ട് പിന്നെ പൗതി എത്തിയപ്പോൾ ഇങ്ങനെ തന്നെ തിരിച്ചു വരുന്നുണ്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിക്കാണ് കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇവിടെ കാണാൻ നല്ല വൈബ് സെറ്റ് ആയിക്കണ്. അപ്പോൾ ഇങ്ങനെ കൊളത്തേക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ വിചാരം എന്താണ്, കുളം നിറയെ വെള്ളമാണ്, അടിപൊളിയാണ്. ഞങ്ങളപ്പം വന്നവരെ ഞങ്ങളെ വിചാരമൊക്കെ അങ്ങനെയാണ്. നമ്മൾ പിന്നെ മഴ നിന്നതിൻ്റെ ശേഷം ആ വൈക്ക് പോയിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോഴാണ് പോണത്. അപ്പോൾ പണ്ടത്തെ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഓല് പറഞ്ഞിരുന്നത് നമുക്ക് ആ കുളത്തേക്ക് പോയാലോ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ നായക്കുട്ടന്മാരൊന്നും കാണണില്ല ഇപ്പോൾ ഇന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇവർ രണ്ടാളും കേട്ടോ നമ്മളെ വിരുന്നുകാർ. പിന്നെ ഒരു കുട്ടിയുണ്ട്, മറ്റുള്ള കുട്ടീനെ ഓള് കൊടുത്തിട്ടുമില്ല കേട്ടോ. ഓൾക്കൊരു കുട്ടിയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് പോയി. ജാതിക്കത്തോട്ടത്തിന് അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ അതേപോലെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒക്കെ നെറ്റ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ജാതിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എടി വള്ള എവിടതില് എടി എത്ര പോര ഈ എന്ത് വള്ളം ഉണ്ടായിരുന്നതാണ് എടി പൊട്ടത്തി. ആ മോള് വരെ വള്ളം ഇത്. ആ ഇവിടൊക്കെ വള്ളം ഇങ്ങനെ ഒലിച്ചിരുന്നു. ഇവിടൊക്കെ ഈ കണ്ട പോസ്റ്റ് അതിന്റെ മോൾക്ക് വള്ളം. അങ്ങനെ ഫസ്റ്റ് തന്നെ കുളത്തിൻ്റെ അവിടെ പോയി കണ്ടത് ഹൈസിനാണ് കേട്ടോ. ഓന് വന്ന് ഇങ്ങനെ പറഞ്ഞ് കുളത്തിൽ അമ്പേ കുളിക്കണം. അപ്പം തന്നെ ഉറപ്പായി അതിൻ്റെ ഉള്ളിൽ വെള്ളമില്ലാന്ന് കേട്ടോ. പറഞ്ഞ പോലെ തന്നെയാണ്. ഞങ്ങളെ തള്ളിമറിച്ചലാണ് ആ കേൾക്കണത് കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ തീരല്ല കേട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ അടിഭാഗം എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണണത്. പറ്റ വെള്ളം ഇല്ലാതെ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നുക. പിന്നെ വേനലല്ലേ. അപ്പോൾ 3 കുട്ടപ്പന്മാരെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഞോല് കുറച്ച് നീന്തിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ കരക്ക് നിന്നിക്കൊണ്ട് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, പേടിയായിരുന്നു, എന്ത് നല്ല വെള്ളം ആയിരുന്നത്. ഇപ്പം ഏതായാലും നല്ല ചാടം കളിക്കുക പോലത്തെ വെള്ളം ആയിക്കണ് കേട്ടോ. പച്ച കളറായിക്കണ്. ഏതായാലും നല്ല വെയിലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്ന ക്ഷീണത്തിൽ ഏതായാലും അതിൻ്റെ കരക്കത്ത് അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം. പിന്നെയെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ചെറിയ വീഡിയോ ആണ്, കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് കുളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. വെള്ളം ഇല്ലാതായ എല്ലായിടത്തും അവസ്ഥ തന്നെ ആയിക്കാരം. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.